വെൽക്കം ബാക്ക് ടു. അപ്പൊ ഈ ഒരു സാധനം കണ്ടിട്ട് എന്താന്ന് മനസ്സിലായോ? ഇത് വേറൊന്നല്ല കേട്ടോ, ചക്കക്കുരു ആണേ. അപ്പോ ചക്കക്കുരു എങ്ങനെയാണ് കേടാതെ സൂക്ഷിക്കേണ്ടതെന്നുള്ളൊരു വീഡിയോ ഞാൻ ഓൾറെഡി ഇതിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ. അപ്പൊ ഒരു പിടി ചക്കക്കുരു ആണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പൊ ഇത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇതിന്റെ തൊലി കളഞ്ഞെടുക്കണം. അപ്പൊ നല്ലപോലെ ഒന്ന് വെള്ളമൊക്കെ വറ്റി ഒന്ന് ഉണക്കി വെച്ചേക്കുന്നതാണ്. അപ്പൊ അതിന്റെ തൊലി ആദ്യം കളഞ്ഞെടുക്കുവാണ് കേട്ടോ. അപ്പൊ ചക്കക്കുരു തൊലി കളയുന്നത് ഇത്തിരി പണിപ്പെട്ട പാട് തന്നെയാണ്. അത് ഉണങ്ങിയതാണെങ്കിലും പെട്ടെന്നൊക്കെ പോകും. എന്നാലും അത് ചിലതൊക്കെ കിട്ടാൻ ഇത്തിരി പാട് തന്നെയാണ് കേട്ടോ. അപ്പോ തൊലി കളഞ്ഞെടുത്തിട്ട് പിന്നെ ജസ്റ്റ് ഒന്ന് വരഞ്ഞിടണം. കാരണം അത് മുഴുവനും തൊലി കളഞ്ഞില്ലെങ്കിലും ഒന്ന് വരഞ്ഞെടുക്കണത് നല്ലതാണ് കേട്ടോ. എന്റെ അമ്മ പറഞ്ഞു തന്നിട്ടുള്ള അറിവിലാണ്. ഞാൻ അങ്ങനെ തന്നെ തൊലി കളഞ്ഞിട്ട് ആ ഒരു ബ്രൗൺ അതുണ്ടല്ലോ, അത് കളയാണ്ടിരിക്കാറാ പതിവ്. പക്ഷെ അമ്മ പറയും അതൊന്ന് വരഞ്ഞെങ്കിലും ഇടണം കേട്ടോ എന്ന് പറയും. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഇത് ചെയ്തേക്കുന്നത്. അത് ഓരോരുത്തരും ഇഷ്ടമാണ്. ഇനി ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ് വേണ്ടത്. നമ്മള് ചിപ്സിനൊക്കെ നമ്മൾ അരിയത്തില്ലേ, ആ ഒരു ലെവലിൽ വേണം നമുക്ക് ഇത് അരിഞ്ഞെടുക്കാൻ. ഒരുപാട് കട്ടിയും പാടില്ല, എങ്കിലും ഒരുപാട് തിന്നും ആവരുത്. ആ ഒരു ലെവലിൽ വേണം കേട്ടോ ഇത് അരിഞ്ഞെടുക്കാനായിട്ട്. അപ്പൊ ദേ ചക്കക്കുരു ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പരുവത്തിന് അരിഞ്ഞെടുക്കണം. ഇനി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം കേട്ടോ. അപ്പൊ ഞാൻ ഇത്തിരി വെള്ളത്തിൽ ഞാനൊന്ന് കഴുകി എടുത്തേക്കാണ്. അപ്പൊ ഒന്നോ രണ്ടോ പ്രാവശ്യം കഴുകിയാൽ മതിയാവും കേട്ടോ. എന്നിട്ട് വെള്ളം വാറ്റി വേണം കേട്ടോ എടുക്കാനായിട്ട്. അപ്പൊ ഞാൻ അരിപ്പ പോലത്തെ പാത്രത്തിൽ നിന്ന് ഞാൻ ഇതിലേക്ക് പകർത്തുകയാണ്. ഇനി ആവശ്യത്തിന് മഞ്ഞപ്പൊടി ഇടുക, പിന്നെ ഉപ്പ് പാകത്തിന് ഇടുക കേട്ടോ. പിന്നെ മുളക് പൊടി, അത് കാശ്മീരി ആയാലും കുഴപ്പമില്ല, സാധാ മുളക് പൊടി ആയാലും കുഴപ്പമില്ല. ഇനി ആവശ്യത്തിന് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി രണ്ട് തണ്ട് വേപ്പിലയും കൂടി ഇടണം കേട്ടോ. എന്നിട്ട് നല്ല പോലെ ഇത് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ മീനൊക്കെ സാധാരണ നമ്മൾ മുളക് പുരട്ടി വെക്കില്ലേ, അതേപോലെ തന്നെ കേട്ടോ. ഒരു 10 മിനിറ്റ് നല്ല പോലെ ഒന്ന് മുളക് പുരട്ടി ഈ ഒരു പാത്രത്തിലാക്കി വെക്കാട്ടോ. അതിനുശേഷം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കുക. ഓയിൽ ഒരുപാടൊന്നും വേണ്ട, എന്നാലും ഇതൊന്ന് മൊരിഞ്ഞു കിട്ടുന്ന പാത്രത്തിലുള്ള ഓയിൽ ഒഴിക്കുക കേട്ടോ. എന്നിട്ട് ഇത് കോരി ഒഴിച്ച് നല്ല പോലെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പൊ ഇത് ഒരു പിടി ഉള്ളത് കൊണ്ട് ഫുള്ളായിട്ട് ഇടാം കേട്ടോ. എന്നിട്ട് ഇത് മുഴുവനായിട്ട് മിക്സ് ചെയ്ത് നല്ല പോലെ വറുത്തെടുത്താൽ മതി കേട്ടോ. അപ്പൊ ഈ ഒരു ഐറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ഇതിൽ കിടന്ന് തന്നെ ഇത് വെന്തോളൂ കേട്ടോ. അതിപ്പോ ഒന്ന് മൂടിയൊക്കെ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് മൂടി ലോ ഫ്ലെയിമിൽ ഇട്ട് ഒന്ന് മൂടിയിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല പോലെ അത് വെന്ത് കിട്ടും. അതിനുശേഷം ഇത് തുറന്ന് വെച്ചിട്ട് നമ്മളൊന്ന് ഇളക്കി എടുക്കുകയാണെങ്കിൽ, ഇത്തിരി ഹൈ ഫ്ലെയിം ഇട്ട് നല്ല പോലെ ഇളക്കി എടുക്കുകയാണെങ്കിൽ നല്ല പോലെ മൊരിഞ്ഞും കിട്ടും കേട്ടോ. അപ്പൊ നല്ല ടേസ്റ്റ് ആണ്. നമ്മൾ ചോറിന്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല സൂപ്പർ ആയിട്ടുള്ള ചക്കക്കുരു ഫ്രൈ ആണ് കേട്ടോ ഇത്. ഇത് ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രയോ ടേസ്റ്റ് ആണെന്നുള്ളത്. അപ്പൊ ഇത് ഞാൻ വീട്ടിലുള്ളവർക്ക് കൊടുത്തപ്പോ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ചോറിന്റെ കൂടെ ഒരു ചെറിയൊരു മീൻ വറുത്തത് കഴിക്കുന്ന പോലെ തന്നെ കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ. അപ്പൊ ഇത് ചോറിന്റെ കൂടെ മാത്രല്ല കേട്ടോ, വെറുതെ ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു ഐറ്റം ആണ് കേട്ടോ. അപ്പൊ ഇതൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ചക്കക്കുരു ഉണ്ടെങ്കിൽ വേഗം പോയി ചെയ്ത് നോക്കിക്കോളൂ. അപ്പൊ ചക്കക്കുരു പുഴുങ്ങി കഴിക്കാൻ വരെ പ്രത്യേക ടേസ്റ്റ് ആണ്. അപ്പൊ ഇതേപോലെ നല്ല മൊരുമൊര നല്ല സ്പൈസി ആയിട്ട് കിട്ടുന്ന ഒരു ഐറ്റം കൂടി ആണെങ്കിലോ വായിൽ വെള്ളം ഊറുന്നില്ലേ. അപ്പൊ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ.